എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 77-ാം സങ്കീർത്തനം. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരിക്കുന്നു. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ച് എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. സ്തോത്രം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാർത്തക്കൊള്ളാം. ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദിയേറെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി എല്ലാവരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ, മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമപ്പാ. കുടുംബസമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം നൽകണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ, പിശാചിന്റെ ബന്ധനങ്ങൾ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ യേശുവിനെ ആരാധിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി എല്ലാവരും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കമാടിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.